ഈസ്റ്റർ കഥ വിലാപങ്ങൾക്കും അപ്പുറം. രചന ഡോളി തോമസ് ചെമ്പേരി. അവതരണം രേവതി സുരേഷ് അരൂർ. വസന്തത്തിലും വിറങ്ങലിച്ചു നിൽക്കുന്ന തരുശാഖകൾക്ക് കീഴിലൂടെ മറിയം അല്പം വേഗത്തിൽ തന്നെ നടന്നു. മരങ്ങളിൽ നിന്നും പാതയോരത്ത് വീണുകിടക്കുന്ന പൂക്കളിൽ അപ്പോഴും വാടാത്തവയുണ്ടെന്ന് കാലടികളിൽ ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന നേർത്ത ഈർപ്പത്തിൽ നിന്നും മനസ്സിലാക്കി. പ്രഭാതമാകാൻ ഇനിയും നാഴികകൾ കൂടി ബാക്കിയുണ്ട്. സൈത്തുമരങ്ങൾ ഇലകൾ കുഴിച്ച് കറുത്ത അസ്ഥിപഞ്ജരങ്ങൾ പോലെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. രാക്കിളികളുടെ കൂജനവും കൂമന്റെ മൂളലും ഒട്ടും ഭയപ്പെടുത്തിയില്ല. പ്രതിബന്ധമറിയാത്ത സ്നേഹം അവളെ മുന്നോട്ട് നയിച്ചു. കയ്യിലെ മുനിഞ്ഞു കത്തുന്ന കൊച്ചു റാന്തലിൽ നിന്ന് ഉതിരുന്ന വെളിച്ചത്തിൽ കാലുകൾക്ക് വേഗത കൂടി. എത്രയും പെട്ടെന്ന് കല്ലറയെങ്കിലെത്തണം. അതിരാവിലെ എണീറ്റ് പോരുമ്പോൾ അമ്മ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കല്ലറയ്ക്ക് കാവൽ നിന്ന റോമൻ പടയാളികളോട് തർക്കിച്ചും യാചിച്ചും പ്രാർത്ഥിക്കാൻ അനുവാദം വാങ്ങിയപ്പോഴേക്കും സമയം വൈകി. തിരികെ എത്തുമ്പോൾ അമ്മ ഉണർന്നിരുന്നു. മാനസിക വേദയും ഉപവാസവും ഏറെ തളർത്തിയ അമ്മയുടെ ശുശ്രൂഷ മാത്രമാണ് ഇനി ജീവിത ലക്ഷ്യം. കൊച്ചു യോഹന്നാനെയാണ് അമ്മയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് റബി ജീവൻ വെടിഞ്ഞതെങ്കിലും താനും കൂടെ ഉണ്ടാവണമെന്ന് ആ മനസ്സ് ആഗ്രഹിച്ചിരുന്നത് അറിഞ്ഞു. പുഴുക്കുത്തു വീണ ഈ ജീവിതത്തെ മനോഹരമായ ഒരു പൂവാടിയാക്കിയത് ആ കാരുണ്യവും സ്നേഹവുമായിരുന്നല്ലോ. കരുണ വഴിയുന്ന കണ്ണുകളും ശാന്തവും സ്നേഹമസൃണമായ പെരുമാറ്റവും മറ്റേത് പുരുഷന്മാരെക്കാളും ഉന്നതനാണ് അവനെന്ന് അടയാളപ്പെടുത്തിയതായിരുന്നു. ഒരു നോട്ടം മാത്രം മതിയാവും ഏത് കഠിന ഹൃദയവും ഉഴുതുമറിക്കപ്പെടാൻ. റബിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ജീവിതത്തിൽ എത്രയോ പുരുഷന്മാരെ കണ്ടു, അവരോടൊപ്പം സഹവസിച്ചു. എന്നിട്ടും ആരോടും പ്രത്യേക മമതയോ സ്നേഹമോ ഒരിക്കലും തോന്നിയിട്ടുമില്ല. തൻ്റെ ശരീരം ഭക്ഷിച്ച് വിശപ്പടക്കാൻ ആർത്തിപ്പൂണ്ടുവന്ന ആ ചെന്നായ്ക്കളുടെ കണ്ണുകളിൽ എരിയുന്നത് കാമത്തിൻ്റെ കനൽ മാത്രമാണ്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്ന അബ്നോർ പോലും ഒരു പരിധിയിൽ കൂടുതൽ തൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അവൻ മാത്രമാണ് തന്നെ സ്നേഹിച്ചുകൊണ്ട് ശരീരത്തെ പ്രാപിച്ചത്. ആ ഒരു സന്മനസ് കാട്ടിയതിനാലാണ് അവനോട് പ്രത്യേക മമത തോന്നിയത്. അന്ന് വരുമ്പോൾ അബ്നൂർ വിഷാദമുഖനായിരുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചു. യേശു എന്നൊരു റബ്ബി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നെ വിചാരണ ചെയ്യാൻ പ്രമാണിക്കൂട്ടങ്ങൾ ഒരുങ്ങുന്നുണ്ട്, കരുതിയിരിക്കുക. പുച്ഛമാണ് തോന്നിയത്. അതിനു മുന്നേ ദലീല പറഞ്ഞു ഒരിക്കൽ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ഓഹോ, അതേതാണ് ആ മഹാനായ റബ്ബി? മനസ്സ് മറ്റെവിടെയായിരുന്ന അബ്നൂറിന് ആ പരിഹാസം മനസ്സിലായില്ല. അബ്നൂർ, നീ എന്താ ആലോചിക്കുന്നത്? അതിന് മറുപടിയായി അവൻ സ്വപ്നത്തിൽ എന്നപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അത്ഭുത വിധികൾ എത്ര മഹത്തരം! രോഗികളെ സുഖപ്പെടുത്തുന്നു, പാപികളുടെ പാപം മോചിക്കുന്നു. ആ വാഗ്ധോരണി ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഓ പിന്നെ, അതിനെ അത്ര നിസ്സാരമായി അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സ് വന്നില്ല. പരിഹസിക്കേണ്ട മറിയം, സിനഗോഗിന് മുന്നിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ജന്മനാ അന്ധനായ തീമായിയെ നീ അറിയില്ലേ? അവനിപ്പോൾ കാഴ്ചയുണ്ട്. ആ കാഴ്ച നൽകിയത് യേശുവാണ്. ഇതൊക്കെ ഓരോ ചെപ്പടി വിധികളല്ലേ? ഇങ്ങനെ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്ന സമയം കളയാതെ ആ പറച്ചിൽ അവഗണിച്ച് അബ്നൂറിനെ ആലിംഗനം ചെയ്തപ്പോൾ കൈ തട്ടിമാറ്റി അവൻ എഴുന്നേറ്റു. മറിയം, നമ്മൾ ഈ ചെയ്യുന്നത് പാപമാണ്. ഞാനിനി ഇങ്ങോട്ട് വരില്ല. നീയും ഈ തൊഴിൽ നിർത്തി രക്ഷപ്പെടാൻ നോക്ക്. ഇക്കാര്യം പറയാൻ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അബ്നൂർ ഇറങ്ങിപ്പോകുന്നത് ദുഃഖത്തോടെ നോക്കി നിന്നു. അപ്പോൾ യേശുവിനോട് തോന്നിയ ദേഷ്യത്തിന് അതിരില്ലായിരുന്നു. അത്യധികം നിരാശയുടെ കടലിൽ കമിഴ്ന്നു കിടന്നു. അബ്നൂർ വരുമ്പോൾ മാത്രം ധരിക്കുന്ന നിറയെ ഞൊറികളുള്ള നേർത്ത ലിനൻ ഉടുപ്പ് അലസമായി കട്ടിലിൻ്റെ താഴേക്ക് വിടർന്നു കിടന്നു. ആ കാഴ്ച ആരെയും വശീകരിക്കാൻ തക്കതായിരുന്നു. ലെബനോണിലെ ദേവദാരുവിൽ നിന്നും വാറ്റിയെടുത്ത വില കൂടിയ പരിമളദ്രവ്യത്തിൻ്റെ നറുഗന്ധം മുറിയിലെമ്പാടും നിറഞ്ഞു നിൽക്കുന്നു. ഒക്കെ വെറുതെയായ സങ്കടം കൊണ്ട് വിതുമ്പിപ്പോയി. അബ്നൂർ ഉപേക്ഷിച്ച് പോയതിനു ശേഷം ഒരാഴ്ച തികഞ്ഞില്ല. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിച്ച് മയങ്ങാൻ തുടങ്ങുകയായിരുന്നു. പുറത്തൊരു ആരവം കേട്ട് കിളിവാതിലൂടെ നോക്കി. അതാ ഒരു പുരുഷാരം വീടിന് നേരെ വരുന്നു. അവർ ആക്രോശിക്കുകയും തൻ്റെ പേര് വിളിക്കുകയും ചെയ്യുന്നു. ഏറ്റവും മുന്നിൽ തൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയ പേക്കഹ്യാവാണ്. മുന്നിലുള്ളവരിൽ പലരും ഒരിക്കലെങ്കിലും തന്നോടൊപ്പം ശയിച്ചിട്ടുമുണ്ട്. ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നതിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. അപകടം മനസ്സിലാക്കി മറിയം കിളിവാതിലടച്ചു. താമസിയാതെ വീടിന് മുന്നിലെ വേലി പൊളിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു. തുടർന്ന് ആരവത്തോടെ വാതിലിൽ ശക്തിയായി മുട്ടുന്നു. മറിയം ശ്വാസം അടക്കി പിടിച്ചിരുന്നു. വാതിൽ തുറക്കടി. പിന്നെ സഭ്യമല്ലാത്ത പദങ്ങളാൽ ഒരഭിഷേകമായിരുന്നു. കാതു പൊത്തിപ്പോയി. കുറെ നേരത്തെ മുട്ടനും ചീത്തവിളികൾക്കും ശേഷം വാതിലകത്തേക്ക് പൊളിഞ്ഞു വീണു.
അതിനു മുകളിലൂടെ മെതിയടി ശബ്ദങ്ങൾ സമീപത്തേക്ക് വരുന്നതറിഞ്ഞു. കണ്ണുകൾ ഇറുക്കിയടിച്ചു. പൊരുന്നനെ 4 ജോഡി കൈകൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത ദേഹത്ത് മുറുക്കി. വായുവിലേക്ക് ഉയർന്നതും നിമിഷം കൊണ്ട് മുറ്റത്തേക്ക് അലച്ചു വീണു. കൈകാലുകളും തലയും മുതുകുമൊക്കെ നിലത്തടിച്ച് വേദനിച്ചു. ഞരമ്പുകൾ പറഞ്ഞു പോകും പോലെ. നിലവിളി വകവയ്ക്കാതെ ഓമനിച്ച് വളർത്തിയ ശോശന ചെടികൾക്ക് മുകളിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ടു. നീണ്ടു സമൃദ്ധമായ മുടിയിഴകൾ പലരുടെയും കൈക്കുള്ളിലായി. തലയോട് പൊളിഞ്ഞു പോകുന്ന വേദന. എങ്കിലും കരഞ്ഞില്ല. ഈ നന്ദി കെട്ടവന്മാരുടെ മുന്നിൽ ഒരു തുള്ളി കണ്ണീർ വീണാൽ അതായിരിക്കും ഏറ്റവും വലിയ അപമാനമെന്ന് മനസ്സിലായി. അന്ന് ദലീലയോടൊപ്പം ദേവമോസിന്റെ വയലിൽ കാല പിറക്കുകയായിരുന്നു. കൂടുതൽ ഗോതമ്പ് കിട്ടുമല്ലോ എന്നോർത്ത് സമയം വൈകിയും വീണുകിടുന്ന ഗോതമ്പ് കതിരുകൾ തിരക്കത്തിൽ പിറക്കി കൂട്ടി കറ്റ കെട്ടി വെക്കുമ്പോഴാണ് നാട്ടിലെ സിനഗോഗ് അധികാരിയുടെ മകനായ പേക്കഹ്യാവും കൂട്ടാളികളും ആ വഴി വന്നത്. മദ്യപിച്ച് മതോന്മത്തരായ അവരെ കണ്ടപ്പോൾ കിട്ടിയ ഗോതമ്പുമായി വേഗം പോകാൻ ഒരുങ്ങി. പക്ഷേ രക്ഷപ്പെടാൻ പഴുത് കിട്ടും മുന്നേ അവർ കീഴടക്കി കളഞ്ഞു. അതോടെ 2 പേരും ഗോത്രത്തിന് പുറത്തായി. പിന്നീട് ജീവിക്കാൻ മറ്റു വഴികളൊന്നുമില്ലാതിരുന്നതിനാൽ ഇതിൽ തുടർന്നു. ഇഷ്ടം പോലെ ദേനാറ കയ്യിൽ വന്നു. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. നാട്ടിലെ ഏറ്റവും വില കൂടിയ ഗണികകളിൽ ഒരാളായി മറിയം മാറുകയായിരുന്നു. ബഹളം നിലച്ചിരിക്കുന്നു. എത്ര ദൂരം വലിച്ചു വെച്ചു എന്നറിയില്ല. വസ്ത്രങ്ങൾ കീറി പറഞ്ഞിരിക്കുന്നു. മുടിയിഴകളും പാതിയും പിഴുതുപോയി. ദേഹം നിറയെ മുറിവും ചോരയും. ജനക്കൂട്ടം ആരുടെയോ ഉത്തരവിന് കാതോർത്ത് നിശബ്ദരായി നിൽക്കുകയാണെന്ന് മനസ്സിലായി. ഭൂമിയിൽ ശിരസമർത്തി അനിവാര്യമായ വിധിയും കാത്തിരുന്നു. കുറച്ചു സമയം അങ്ങനെ കടന്നുപോയി. ഒടുവിൽ അതാ ശബ്ദം മനസ്സിലും കാതിലും തേന്മഴയായി പെയ്യുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ആദ്യത്തെ കല്ല് നിറകയിൽ വീഴുന്നതും കാത്ത് കണ്ണുകൾ ഇറക്കിയടച്ചു. വീണ്ടും നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഇല്ല, ആരും തന്നെ എറിഞ്ഞിട്ടില്ല. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മെല്ലെ കണ്ണു തുറന്നു. ചുറ്റും കൂമ്പാരമായി കല്ലുകൾ. വിദ്യാളന്റെ മുഖത്ത് ഒരു നിമിഷം മിഴികൾ തെരഞ്ഞു. ആ പുഞ്ചിരി, കണ്ണുകളിൽ വഴിയുന്ന കരുണ സ്നേഹം, ശരീരത്തിലൂടെ അഗ്നി പ്രവഹിക്കുന്നത് പോലെ ആ പാദങ്ങളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. മനസ്സിലെയും ശരീരത്തിലെയും മാലിന്യങ്ങളെല്ലാം എഴുന്നീരിൽ ഒഴുകിപ്പോയി. തോളിൽ അതിമൃദുവായ ഒരു കരസ്പർശം. എഴുന്നേൽക്കുക, ഇനി മേലിൽ പാപം ചെയ്യരുത്. അത് താക്കീതായിരുന്നില്ല, സ്നേഹമസൃണമായ നിർദ്ദേശമായിരുന്നു. വിദ്യാളന്റെ ആനുകൂല്യം. ആ പാദത്തിങ്കിൽ നിന്നും എഴുന്നേറ്റ് നടക്കുമ്പോൾ ചെതുമ്പലുകൾ പോലെ എന്തൊക്കെയോ ഉള്ളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന അറിഞ്ഞു. പാപത്തിന്റെ പഴുത്തു ചീഞ്ഞിളഞ്ഞ വ്രണങ്ങൾ ഒരു നിമിഷം കൊണ്ട് സുഖപ്പെട്ടു. ശാന്തമായ മനസ്സ്. ഹൃദയത്തിനുള്ളിലേക്ക് കടക്കുന്ന ആ കണ്ണുകളും പുഞ്ചിരിയുമായിരുന്നു മനസ്സിലപ്പോഴും. വീട്ടിലെത്തി ഒരു മൂലയിൽ ചുരുണ്ടുകൂടി. അടയ്ക്കാനായി വീടിന് വാതിലുകൾ ഉണ്ടായിരുന്നില്ല. ആരും തിരിഞ്ഞു നോക്കിയുമില്ല. ജലപാനം പോലും ഇല്ലാതെ 3 ദിവസം കടന്നുപോയി. ഇരിപ്പുറയ്ക്കാതെ 3-ാം ദിവസം പ്രഭാതത്തിൽ എണ്ണീറ്റ് യേശുവിൻ്റെ സമക്ഷത്തേക്ക് നടന്നു. ഒരു പാറപ്പുറത്തിരുന്ന് പഠിപ്പിക്കുകയാണ് അദ്ദേഹം. ആ കണ്ണിൽപ്പെടാതെ ജനക്കൂട്ടത്തിൻ്റെ ഏറ്റവും പിന്നിൽ മറഞ്ഞിരുന്നു. ഇടയ്ക്കെപ്പോഴും ആ കണ്ണുകൾ തൻ്റെ നേരെ നീളുന്നത് കണ്ടു. അവയെ നേരിടാനാകാതെ പൂഴിയിൽ പതിഞ്ഞു കിടന്നു. ഇങ്ങനെ ദിവസങ്ങളോളം ഒലിവ് മരത്തിനും അത്തിമരത്തിനും ജനസഞ്ചയത്തിനും പിന്നിൽ മറഞ്ഞിരുന്ന് ആ മാധുര്യമോർന്ന പ്രഭാഷണം കേട്ടു. പക്ഷേ എപ്പോഴൊക്കെ കൂടുതൽ മറിഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചുവോ അപ്പോഴൊക്കെയും കണ്ടുപിടിക്കപ്പെട്ടു. ആ കണ്ണുകളിൽ നിന്നും എവിടെയും ഒളിക്കാനാകില്ല എന്ന് തിരിച്ചറിയുകയായിരുന്നു. ജ്ഞാനം തുളുമ്പുന്ന ആ വാക്കുകൾ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ ഹൃദയത്തിൽ നിറച്ചു. കുന്തിരിക്കം പോലെ പുകഞ്ഞു. ഉള്ളം സുഗന്ധപൂരിതമായി. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ആരോടൊക്കെയോ ചോദിച്ചറിഞ്ഞ് ഗലീലയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ആരും തിരിച്ചറിയാതിരിക്കാനായി പാദങ്ങളും കൈകളും വരെ മൂളുന്ന നീളൻ കുപ്പായവും കട്ടിയുള്ള മൂടുപടവും ശിരോവസ്ത്രവും ധരിച്ചിരുന്നു. കാലുകൾക്ക് വേഗം കൂടിയപ്പോൾ എവിടേക്കോ തട്ടിമുറിഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ ജഡതിയിൽ നടന്നു. മധ്യാഹ്നമായപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഒലിവ് മരങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു കൊച്ചു കുടിലിൻ്റെ വാതിലിൽ മുട്ടി. വാതിൽ തുറക്കപ്പെട്ടതും അനുവാദം പോലും ചോദിക്കാതെ അകത്തേക്ക് കടന്ന് അമ്മയുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് യാചിച്ചു. അമ്മേ, എന്നെ ഇവിടെ സ്വീകരിക്കണം. അമ്മയ്ക്കും റബ്ബിക്കും ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഞാനിവിടെ കഴിഞ്ഞോളാം. എന്നെ പറഞ്ഞു വിടരുതേ. എണീക്കൂ, എന്താണ് ഈ കാട്ടുന്നത്? മകനേക്കാൾ ശാന്തമായ ശബ്ദം വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. വരൂ, ഇടത്ത് കൈയിൽ പിടിച്ചുകൊണ്ട് അമ്മ വിളിച്ചു. ഒട്ടും ശങ്കിക്കാതെ ഒപ്പം നടന്നു. ഏതാണ്ട് 1.5 നാഴിക പിന്നിട്ട് കാണും. 2 വളവും തിരിഞ്ഞ് പാതയ്ക്ക് മുകളിലുള്ള ഒരു കൊച്ചു വീടിന് മുന്നിലെത്തി നിന്നു. അമ്മ വാതിൽ മുട്ടിയപ്പോൾ ഒരു വൃദ്ധ പുറത്തേക്ക് വന്നു. ആകെ തിരക്കേണ്ട അമ്മ വന്നു. ആര്? മറിയമോ? വരൂ, ആരാണ് കൂടെയുള്ളത്? ഇളയമ്മ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടിയെ സഹായത്തിന് വേണമെന്ന്. ഇതാ, ഇവളെ ഇവിടെ നിർത്തിക്കോളൂ. മുന്നിലേക്ക് നീക്കി നിർത്തി അമ്മ പറഞ്ഞു. വൃദ്ധ വന്ന് കൈപിടിച്ചു.
എൻ്റെ മറിയം കൊണ്ടുവന്നതല്ലേ, ആരാ എന്താണെന്നൊന്നും ചോദിക്കുന്നില്ല. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. വരൂ. സ്നേഹത്തോടെ അകത്തേക്ക് ആനയിച്ചു. തിരിച്ചു പോകും മുന്നേ അമ്മ രഹസ്യമായി നിർദ്ദേശം തന്നു. നീ ആരെന്ന് ചോദിക്കുന്നവരുടെ എൻ്റെ ചാർച്ചക്കാരിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. മകന് പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ അമ്മയുടെ മുൻകരുതലാണ് അതെന്ന് മനസ്സിലായി. ആ മനസ്സിനെ ആദരപൂർവ്വം നമിച്ചു. റബ്ബിയെയും അമ്മയെയും ശുശ്രൂഷിക്കാനും മറ്റുമായി ഇടയ്ക്കിടെ അങ്ങോട്ടും പോകുമായിരുന്നു. അന്ന് വീട് വിട്ടിറങ്ങുമ്പോൾ ആ വില കൂടിയ പരിമള തൈലം കൂടി കയ്യിൽ കരുതിയിരുന്നു. തൻ്റെ സമർപ്പണം പൂർണ്ണമാകണമെങ്കിൽ അതുകൂടി ആ പാദത്തിൽ അർപ്പിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. സെഹ്യൂൻ ഊട്ടിശാലയിൽ വെച്ചാണ് അതിനവസരം ഒത്തുവന്നത്. വീണ്ടും ആ പാദത്തെങ്കിൽ ഒരിക്കൽ കൂടി സാഷ്ടാംഗം പ്രണമിച്ചു. കൂടെയുണ്ടായിരുന്നവർ പെറുപിറുക്കുന്നത് കേട്ടെങ്കിലും അതൊന്നും വകവച്ചില്ല. റബിയെ പരീശന്മാരും റോമൻ പടയാളികളും കൂടി പിടിച്ചുകൊണ്ടുപോയി എന്ന വാർത്ത തിരിച്ചു പോകുന്ന വഴിക്ക് അറിഞ്ഞു. അമ്മയുടെ സമീപത്തേക്ക് ഓടി എത്തുകയായിരുന്നു. തകർന്ന മനസ്സുമായിരിക്കുന്ന അമ്മയുടെ കൈകൾ എടുത്ത് ചുംബിച്ചപ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചു. പിന്നീട് ആ സമീപത്ത് നിന്ന് മാറിയില്ല. അമ്മയുടെ ദുഃഖം കൂടി പകർത്തെടുത്തു. ഒടുവിൽ ഗാഗുൽത്ത യാത്രയിൽ ഒരു തുള്ളി കണ്ണീർ പോലും ഒഴുക്കാതെ അദ്ദേഹത്തോടൊപ്പം മനയാത്ര ചെയ്തു. ആകെ കീറി പറഞ്ഞ റബിയുടെ ശരീരം കണ്ട് ഹൃദയം നുറുങ്ങി. അമ്മയും ചേർത്ത് പിടിച്ചെന്ന യാത്ര തുടർന്നു. മുൾമുടിയുടെ കൂർത്ത മുനുകുത്തി ചോര ചാലിട്ടൊഴുകുന്നു. ആർക്കും തിരിച്ചറിയാനാവാത്ത വിധം ആ മുഖം ചതഞ്ഞു വീർത്തിരിക്കുന്നു. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അതിദയനീയമായ നോട്ടം തൻ്റെ മിഴികളുമായി കൊരുത്തപ്പോൾ മനസ്സ് പിടഞ്ഞു. മറ്റു സ്ത്രീകൾ അലമുറയിട്ട് കരയുന്ന അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് കണ്ടു. അമ്മ വേദന ഉള്ളിലൊതുക്കി നീങ്ങുകയാണ്. ആ ഹൃദയം നെറുങ്ങിപ്പിടയുന്നത് വിരലുകൾ കൈകളെ മുറുകി വേദനിക്കുമ്പോഴൊക്കെ അറിഞ്ഞു. പ്രാണം പിരിഞ്ഞ ആ ദേഹം ജോസഫിനോടൊപ്പം മറവ് ചെയ്ത് ഏറെ വൈകിയാണ് അമ്മയെയും കൂട്ടി കൊച്ചു യോഹന്നാനോടൊപ്പം മടങ്ങിയത്. അമ്മ ആകെ പരിക്ഷീണയായിരുന്നു. വേർപാടിൻ്റെ വേദന താങ്ങാനാകാതെ ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയും പുലരും മുന്നേ കല്ലറയെങ്കിൽ എത്താനായിരുന്നു തിടുക്കം. സുഗന്ധക്കൂട്ടുകളും ശോശന പുഷ്പങ്ങളും അടങ്ങിയ താലം നെഞ്ചോട് അടുക്കി പിടിച്ചു. കാലുകൾക്ക് വേഗം കൂടി. ഒരു ഇളങ്കാറ്റ് ആശ്വസിപ്പിക്കാൻ എന്നോണം തഴുകി കടന്നുപോയി. ഗാഗുൽത്ത ദൂരെ കരിമ്പടം പുതിച്ച രാക്ഷസിനെ പോലെ ഉയർന്നു നിൽക്കുന്നു. ശപിക്കപ്പെട്ട ആ മലയെ നോക്കാൻ തന്നെ ഭയം തോന്നുന്നു. റബിയുടെ ഒടുവിലത്തെ തുള്ളി രക്തവും വീണ് കുതിർന്ന ആ മല തൻ്റെ പാപങ്ങൾ കൂമ്പാരമായതാണെന്ന് തോന്നി. കല്ലറക്കിലെത്തിയപ്പോൾ നടുങ്ങിപ്പോയി. കവാടത്തിലെ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. കാവൽക്കാരെ അവിടെയെങ്ങും കാണാനില്ല. ആ ദ്രോഹികൾ തൻ്റെ റബിയുടെ ദേഹം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയോ? മറിയം സങ്കടം കൊണ്ട് വിതുമ്പി. റാന്തലുയർത്തി അകത്തേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ അപരിചിതരായ രണ്ടുപേർ അവിടെ ഇരിക്കുന്നു കണ്ടു. നിങ്ങൾ എൻ്റെ റബിയെ എവിടെയാണ് കൊണ്ടുപോയത്? എന്നോട് പറയേ, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. അവനിവിടെ ഇല്ല. ഉയർത്തെഴുന്നേറ്റു. അവരിൽ ഒരാൾ പറഞ്ഞത് എന്തെന്ന് മനസ്സിലായില്ല. ദുഃഖഭാരത്താൽ ഇന്ദ്രിയങ്ങളുടെ സംവേദനക്ഷമത നഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ നുണ പറയുകയാണ്. അവരോട് തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നിലൊരു സ്വരം കേട്ടു. മറിയം. ഇരുട്ടില്ലത് ആരെന്ന് കണ്ടില്ല. ഘനീഭവിച്ച ഹൃദയത്തിന് ശബ്ദം തിരിച്ചറിയാനും കഴിഞ്ഞില്ല. അങ്ങെങ്കിലും ഒന്ന് പറയുമോ അദ്ദേഹത്തെ എവിടെയാണ് കൊണ്ടുപോയതെന്ന്? ആ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി കൈകൂപ്പി. മറിയം, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. ഞാൻ ഇതുവരെയും എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് കയറിയിട്ടില്ല. ആ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ ആനന്ദത്തോടെ മിഴിച്ചു നിന്നുപോയി. മനസ്സിൽ നിന്നും ഒരു കറുത്ത തിരശ്ശീല ഊർന്നു വീണു. ഹൃദയം പ്രകാശിച്ചു. റാന്തലും താലവും താഴെയിട്ട് ആ കാലുകളിൽ കെട്ടിപ്പിടിച്ച് വിതുമ്പി. റബോനി. ആ പാദത്തിങ്ങൾ നമസ്കരിച്ചിട്ട് എണീറ്റ് ഓടിപ്പോകും വഴി അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എൻ്റെ റബി ഉയർത്തെഴുന്നേറ്റു. എൻ്റെ റബി. അപ്പോൾ മറിയത്തിൻ്റെ ഉള്ളിലും ഒരു പറുദീസ പൂത്തിറങ്ങുകയായിരുന്നു.